നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ സാൻമാർഗിക വികാസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മോറൽ ഡെവലപ്മെൻറ്റ്, സാൻമാർഗിക വികാസം. ഓക്കെ, മോറൽ എന്ന പദം ലാറ്റിൻ വേർഡായ മോർസ് എന്ന പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഓക്കെ, ഇപ്പം മോർസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് മോറൽ എന്ന പദം രൂപപ്പെട്ടത്. അതിൻ്റെ അർത്ഥം മര്യാദകൾ, ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ എന്നൊക്കെയാണ്. ഓക്കെ, മര്യാദകൾ, ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ എന്നൊക്കെ അർത്ഥം വരുന്ന മോർസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് മൊറാലിറ്റി എന്ന പദം രൂപപ്പെട്ടത്. ഒരു വ്യക്തിയുടെ സദാചാരപരമായ വ്യവഹാരങ്ങളാണ്, സന്മാർഗപരമായ സദാചാരപരമായ വ്യവഹാരങ്ങളെയാണ് സാൻമാർഗികം, മൊറാലിറ്റി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മര്യാദകൾ, ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ എന്നൊക്കെ ഇതിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പം മര്യാദകൾ, ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ ഇതൊക്കെ ഈ മൊറാലിറ്റി എന്ന പദത്തിൽ ഉൾപ്പെടും. അപ്പോൾ ഒരു വ്യക്തിയുടെ സദാചാരപരമായ സന്മാർഗപരമായ വ്യവഹാരങ്ങളെയാണ് മോറൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സാൻമാർഗിക വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി നന്മയും തിന്മയും, ശരി എന്താണ് തെറ്റെന്താണ് എന്ന് പഠിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ശിശുവിന് ശരി തെറ്റ് അല്ലെങ്കിൽ നല്ലതേത് ചീത്ത ഏത് എന്നിങ്ങനെ വ്യവഹാരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നതോടുകൂടിയാണ് കുട്ടിയിൽ നൈതിക ബോധം അഥവാ മൊറാലിറ്റി, മൊറാലിറ്റി എന്ന പദത്തിന് സാൻമാർഗികമെന്നും നൈതികം എന്നും അർത്ഥമുണ്ട്. ഓക്കെ, ഇപ്പം നൈതിക വികാസം എന്ന് പറഞ്ഞാലും സാൻമാർഗിക വികാസം എന്ന് പറഞ്ഞാലും അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് ശരിയെന്ത് തെറ്റെന്ത് നല്ലതേത് ചീത്ത ഏത് എന്നിങ്ങനെ വ്യവഹാരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നതോടുകൂടിയാണ് കുട്ടിയിൽ സാൻമാർഗിക വികാസം ആരംഭിക്കുന്നത്. അപ്പോൾ ശരി തെറ്റുകളെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണ, കുട്ടിക്ക് ശരിയെന്ത് തെറ്റെന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണ ഒരു കുട്ടിക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? തൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് അല്ലേ. ആദ്യമായിട്ട് ഒരു കുട്ടി ശരിയും തെറ്റും പഠിക്കുന്നത് എവിടെ നിന്നാണ്? തൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ, അവർ അനുവാദം നൽകുന്ന കാര്യങ്ങളൊക്കെ കുട്ടി ശരിയായിട്ട് കണക്കാക്കും. എന്നാൽ അവർ ചീത്ത പറയുകയോ അല്ലെങ്കിൽ അവർ ശിക്ഷിക്കുകയോ ചെയ്യുന്ന അല്ലേ, അവർ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ കുട്ടി തെറ്റായിട്ട് കണക്കാക്കും. ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിലുള്ള കുട്ടിയുടെ സാൻമാർഗിക ബോധം വളരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യഘട്ടത്തിൽ കുട്ടിയുടെ സാൻമാർഗിക ബോധം എന്ന് പറയുന്നത് തൻ്റെ മാതാപിതാക്കൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ നല്ലതും അതുപോലെ അവർ അംഗീകരിക്കാത്ത കാര്യങ്ങൾ തിന്മയും അല്ലെങ്കിൽ തെറ്റുമായിട്ടാണ് കുട്ടി കണക്കാക്കുന്നത്. ഓക്കെ, സാൻമാർഗിക വികാസത്തെക്കുറിച്ച്, കുട്ടികളുടെ സാൻമാർഗിക വികാസത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയ വ്യക്തിയാണ് ലോറൻസ് കോൾബർഗ്. ആരാണ്? ലോറൻസ് കോൾബർഗ്. ചോദ്യം വരാം, ലോറൻസ് കോൾബർഗ് താഴെ പറയുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? സാൻമാർഗിക വികാസവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത് ആര്, അല്ലെങ്കിൽ സാൻമാർഗിക വികാസവുമായി ബന്ധമുള്ള വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ലോറൻസ് കോൾബർഗ് ആണ്. ലോറൻസ് കോൾബർഗ് ആണ് കുട്ടികളുടെ സാൻമാർഗിക വികാസം, മോറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയുടെ നൈതിക ബോധം 3 തലങ്ങളിലാണ് വികസിക്കുന്നത്. 3 തലം, 3 ലെവൽസ്, 3 തലങ്ങളിലാണ് കുട്ടികളുടെ നൈതിക ബോധം വികസിക്കുന്നത്. ഇതിൽ ഓരോ തലത്തിനും 2 ഘട്ടങ്ങൾ വീതമുണ്ട്. സാൻമാർഗിക വികാസത്തിൽ അങ്ങനെ 6 ഘട്ടങ്ങൾ. അപ്പോൾ ഒരു കുട്ടിയുടെ സാൻമാർഗിക ബോധം 6 ഘട്ടങ്ങളിലൂടെയാണ് വികസിക്കുന്നത്. ഓക്കെ, ഈ 6 ഘട്ടങ്ങളെയും 3 ലെവലുകളിലായിട്ടാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ 3 തലങ്ങൾ അതുപോലെ ഈ 6 ഘട്ടങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തലം ലെവൽ 1 പൂർവ്വ യഥാസ്ഥിക സദാചാരഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. പൂർവ്വ യഥാസ്ഥിക സദാചാരഘട്ടം അഥവാ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ഓക്കെ, ഇപ്പോൾ പൂർവ്വമാണ് അല്ലേ. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലെവലാണ്. ഇപ്പോൾ
കോൾബർഗിൻ്റെ ആദ്യത്തെ ലെവൽ, ആദ്യത്തെ തലം ഏതാണ്? പൂർവ്വ യഥാസ്ഥിക സദാചാരഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. അതുപോലെ വ്യവസ്ഥാപിത പൂർവ്വതലം എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഓക്കെ, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിത പൂർവ്വതലം. അപ്പോൾ ഇത് രണ്ട് കണ്ടാലും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, പ്രീ കൺവെൻഷണൽ സ്റ്റേജിനെ പൂർവ്വ യഥാസ്ഥിക സദാചാരഘട്ടമെന്നും വ്യവസ്ഥാപിത പൂർവ്വഘട്ടമെന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെവൽ 1 പൂർവ്വ യഥാസ്ഥിക സദാചാരഘട്ടം. അപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ ലെവലിൽ, ഈ തലത്തിൽ 2 ഘട്ടങ്ങൾ വീതമുണ്ട് അല്ലേ? വീണ്ടും 2 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? സ്റ്റേജ് 1 ശിക്ഷയും അനുസരണയും, സ്റ്റേജ് 2 പ്രായോഗികമായ ആപേക്ഷികത്വം. ഇങ്ങനെ 2 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത തലം ലെവൽ 2. ലെവൽ 2 അതിനെ യഥാസ്ഥിക സദാചാരഘട്ടം എന്നും അഥവാ കൺവെൻഷണൽ മൊറാലിറ്റി. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ യഥാസ്ഥിക സദാചാരഘട്ടം, ഇങ്ങനെ ഓർക്കുക, കൺവെൻഷണൽ മൊറാലിറ്റി. അതിന് മുമ്പ് വരുന്നത് പ്രീ ആണ് അല്ലേ? പ്രീ കൺവെൻഷണൽ ആണ് അഥവാ പൂർവ്വ യഥാസ്ഥിക സദാചാരഘട്ടം. ഓക്കെ, അപ്പോൾ ഇത് യഥാസ്ഥിക സദാചാരഘട്ടം എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ലെവൽ 2നെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അതിനെ യഥാസ്ഥിക സദാചാരഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് വിളിക്കുന്നു. അതുപോലെ വ്യവസ്ഥാപിത തലം എന്നും യഥാസ്ഥിക സദാചാരഘട്ടത്തിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ വീണ്ടും എന്തുണ്ട്? 2 ഘട്ടങ്ങൾ വീതമുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റേജ് 3 അന്തർവൈയക്തിക സമന്വയം, സ്റ്റേജ് 4 നിയമവും സമാധാനവും. ഓക്കെ, അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ലെവൽ, 3rd ലെവലാണ് യഥാസ്ഥികാനന്തര സദാചാരഘട്ടം. ഓക്കെ, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും കൂടി ഓർക്കുക, പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, പോസ്റ്റ്, അങ്ങനെയാണ് അല്ലേ? പ്രീ പോസ്റ്റ്, ഇവിടെ ഇതാണ് ഡിഫറൻസ് വരുന്നത്. ആദ്യത്തേത് പ്രീ ആണ്, പിന്നെ കൺവെൻഷണൽ ആണ്, അതിനുശേഷം പോസ്റ്റ് കൺവെൻഷണൽ. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 ലെവൽസ് ഏതൊക്കെയാണ്? പൂർവ്വ യഥാസ്ഥിക സദാചാരഘട്ടം, യഥാസ്ഥിക സദാചാരഘട്ടം, യഥാസ്ഥികാനന്തര സദാചാരഘട്ടം. ഓക്കെ, അല്ലെങ്കിൽ മറ്റു ഒരു പേരിൽ, എങ്ങനെയാണ് പ്രീ കൺവെൻഷനിൽ അറിയപ്പെടുന്നത്? വ്യവസ്ഥാപിത പൂർവ്വതലം, വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിതാനന്തര തലം. ഓക്കെ, അപ്പോൾ ലെവൽ 3 3ാമത്തെ തലത്തിൽ 2 ഘട്ടങ്ങൾ വീതമുണ്ട്. ഏതൊക്കെയാണ്? സാമൂഹിക വ്യവസ്ഥ, നിയമപരം, സാർവലൗകിക നൈതിക തത്വം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഈ ഓരോ ഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ഒരു സിദ്ധാന്തം, ഈ ഒരു മോറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം രൂപപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് മുൻപിൽ ഒരു 72ഓളം കുട്ടികളെ അദ്ദേഹം പരീക്ഷണത്തിന് വിധേയമാക്കി, അല്ലെങ്കിൽ സബ്ജക്റ്റുകളായിട്ട് എടുത്തു. എന്നിട്ട് അദ്ദേഹം കുട്ടികളുടെ മോറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, സാൻമാർഗിക വികാസത്തെക്കുറിച്ച് പഠനം നടത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുട്ടികളുടെ മുൻപിൽ കുറേ സ്റ്റോറീസ് അവതരിപ്പിച്ചു. അപ്പോൾ ഈ സ്റ്റോറികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്റ്റോറികൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചില ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കും, ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കും. അതിനാണ് ഡിലേമ എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഏതാണ്, അതാണോ ഇതാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന പല ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൽ അദ്ദേഹം ധാരാളം സ്റ്റോറികൾ കുട്ടികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഹെയ്ൻസ് ഡിലേമ. ഓക്കെ, ഹെയ്ൻസ് ഡിലേമ മറക്കരുത്. ഹെയ്ൻസ് ഡിലേമ താഴെ പറയുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കുട്ടികളുടെ സാൻമാർഗിക വികാസം, മോറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹെയ്ൻസ് ഡിലേമ. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലോറൻസ് കോൾബർഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി എന്താണ് ഹെയ്ൻസ് ഡിലേമ എന്ന് നോക്കാം. അദ്ദേഹം 3 രംഗങ്ങളായിട്ട് ഈ ഒരു സ്റ്റോറി കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ രംഗം ഇതിൽ ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇതിൽ കാണുന്നത് ഈ വ്യക്തിയാണ് ഹെയ്ൻസ്. ഈ ഹെയ്ൻസിൻ്റെ ഭാര്യ മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് കിടപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഇവർ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഒരു ഡോക്ടർ ഈ മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ മരുന്നിന് തീ പിടിച്ച വിലയാണ്, ഭയങ്കര വിലയാണ് ആ ഡോക്ടർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ഡോക്ടർ പോയി കണ്ടു, ഡോക്ടറോട് മരുന്നിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം മരുന്നിന് അദ്ദേഹം പറയുന്നത് $4000. $4000 ഈ മരുന്നിന് അദ്ദേഹം
പറയുന്നത്. പക്ഷേ ഹെയ്ൻസ് ആണെങ്കിലോ പാവപ്പെട്ടവനാണ്, ഹെയ്ൻസിൻ്റെ കയ്യിൽ അത്ര പണമൊന്നുമില്ല. അങ്ങനെ ഹെയ്ൻസ് എന്ത് ചെയ്തു, തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കുറേ ക്യാഷ് ചോദിച്ചു. പക്ഷേ കുറേ ക്യാഷ് ചോദിച്ചെങ്കിലും പക്ഷേ ആരും അത്ര വലിയ സഹായങ്ങളൊന്നും നൽകിയില്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഹെയ്ൻസിന് ഈ ഡോക്ടർ ഉദ്ദേശിച്ച പണം സമാഹരിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഹെയ്ൻസിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രക്ഷിക്കണം. പക്ഷേ ഡോക്ടർ തീപിടിച്ച വിലയാണ് മരുന്നിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ്, നമ്മുടെ ലോറൻസ് കോൾബർഗ് കുട്ടികളോട് ചോദ്യം ചോദിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഹെയ്ൻസിന് ഡോക്ടറുടെ പരീക്ഷണശാലയിൽ കടന്നുകൊണ്ട് ആ മരുന്ന് മോഷ്ടിച്ചുകൂടെ, ഇനി അങ്ങനെ മോഷ്ടിച്ചുകൂടെ എന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്യാമെങ്കിൽ, മോഷ്ടിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാമെങ്കിൽ അത് എന്തുകൊണ്ടാണ്, ഇനി അത് ചെയ്യാൻ പറ്റില്ല, മോഷ്ടിക്കരുത് എന്നാണെങ്കിൽ അത് എന്തുകൊണ്ട്, ഇത് കുട്ടികളോട് ചോദിക്കുന്നു. എന്നിട്ട് കുട്ടികളുടെ റെസ്പോൺസുകൾ അദ്ദേഹം നോട്ട് ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു ലെവൽസും സ്റ്റേജസും ഒക്കെ തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഘട്ടം അതാണ്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഹെയ്ൻസ് പരീക്ഷണശാലയിൽ കടന്നിട്ട് മരുന്ന് മോഷ്ടിച്ചതിന് ശേഷം മോഷ്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ മോഷ്ടിച്ചു പോയി, പിറ്റേ ദിവസം വാർത്തയൊക്കെ വന്നു, ഇങ്ങനെ ടി വിയിലൊക്കെ വാർത്ത വന്നു, മരുന്ന് കളവ് പോയി, ഇങ്ങനെ വാർത്തയൊക്കെ വന്നു. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഹെയ്ൻസിൻ്റെ ഫ്രണ്ടായിരുന്ന ബ്രൗൺ, അദ്ദേഹം ഒരു പോലീസുകാരനാണ്. ഈ ബ്രൗണ് എന്ത് ചെയ്തു, ഹെയ്ൻസ് ആ ഒരു സ്ഥലത്ത് നിന്ന്, ഡോക്ടറുടെ ഈ ഒരു ലബോറട്ടറിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതൊക്കെ ആയിട്ട് ആര് കണ്ടിട്ടുണ്ട്, ബ്രൗൺ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൗൺ എന്നിട്ട് കുട്ടികളോട് വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്, ബ്രൗൺ കണ്ട ദൃശ്യങ്ങൾ അദ്ദേഹം ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ, ഇനി ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട്, ഇനി അങ്ങനെ വേണ്ട എങ്കിൽ എന്തുകൊണ്ട്. ബ്രൗണിന് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഈ ബ്രൗൺ കണ്ട കാര്യങ്ങൾ, ബ്രൗൺ ഒരു പോലീസുകാരനാണ്, അദ്ദേഹം കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ, ഇനി വേണമെങ്കിൽ എന്തുകൊണ്ട്, വേണ്ട എങ്കിൽ എന്തുകൊണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു, ബ്രൗണ് പിന്നീട് റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം നമ്മുടെ ഹെയ്ൻസിനെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കാര്യങ്ങളൊക്കെ സംസാരിച്ചു, വിധി കൽപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ന്യായാധിപൻ തടവ് ശിക്ഷ വിധിക്കേണ്ടതുണ്ടോ, നമ്മുടെ ഹെയ്ൻസിന് ന്യായാധിപൻ തടവ് ശിക്ഷ വിധിക്കേണ്ടതുണ്ടോ, വേണമെങ്കിൽ എന്തുകൊണ്ട്, വേണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇങ്ങനെ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കുട്ടിയും സാൻമാർഗിക വികാസത്തിൽ അല്ലെങ്കിൽ സാൻമാർഗിക ബോധത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ലെവൽ 1 എന്ന് പറയുന്നത് പൂർവ്വ യാഥാസ്ഥിക സദാചാര ഘട്ടമാണ്, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ഈ ഒന്നാമത്തെ ലെവലിൽ വീണ്ടും 2 ഘട്ടങ്ങളുണ്ട്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ശിക്ഷയും അനുസരണയും, പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ്. സ്റ്റേജ് 2 പ്രായോഗികമായ ആപേക്ഷികത്വം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 ഘട്ടങ്ങൾ വരുന്നത് ശിക്ഷയും അനുസരണയും എന്ന ഘട്ടം, പ്രായോഗികമായ ആപേക്ഷികത്വം എന്ന ഘട്ടം. ഈ 2 ഘട്ടങ്ങൾ വരുന്നത് ഏത് ലെവലിലാണ്, പ്രീ കൺവെൻഷണൽ ലെവലിലാണ്. പ്രീ കൺവെൻഷണൽ ലെവലിലാണ്. ഓക്കെ, പ്രീ കൺവെൻഷണൽ ലെവലിൽ വരുന്ന 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, ശിക്ഷയും അനുസരണയും, പ്രായോഗികമായ ആപേക്ഷികത്വം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റേജ് 1 ശിക്ഷയും അനുസരണയും. ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾ എന്ന് പറയുന്നത് കുട്ടികളുടെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് ചട്ടങ്ങളും നിയമങ്ങളുമാണ്. നിയമം അനുസരിക്കുന്നത് കുട്ടി ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഘട്ടത്തിൽ കുട്ടി നിയമം അനുസരിക്കുന്നത് ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമുള്ള ഒരു അനുസരണയാണ്. കുട്ടികൾക്ക് ശരിയും തെറ്റും കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിട്ടാണ് കുട്ടി കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുട്ടികൾ അനുസരണ കാണിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് ഘട്ടത്തിലാണ്, ശിക്ഷയും അനുസരണയും എന്ന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഘട്ടത്തിൽ കുട്ടികൾ ശാരീരികമായ അനന്തരഫലങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. തനിക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ, വേദന കിട്ടുന്ന കാര്യങ്ങൾ ഒക്കെ എന്തായിട്ട് കണക്കാക്കും, തെറ്റായിട്ട് കണക്കാക്കും, ചീത്തയായിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ ശിക്ഷ ഒഴിവാക്കാൻ നിയമങ്ങൾ അനുസരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്, സ്റ്റേജ് 1 ശിക്ഷയും അനുസരണയും എന്ന ഘട്ടത്തിലാണ്. ഏത് ലെവലിലാണ്, പൂർവ്വ യാഥാസ്ഥിക സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ ലെവലിലാണ്. ഓക്കെ, നെക്സ്റ്റ് 1 സ്റ്റേജ് 2 ആണ് അല്ലേ, പ്രായോഗികമായ ആപേക്ഷികത്വം. അപ്പോൾ ഈ ഘട്ടത്തിൽ താൽക്കാലികമായ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ
ഞാനൊരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കും നല്ലത് കിട്ടും. അതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അതുപോലെ അവരുടെ അംഗീകാരം ലഭിക്കാനും ശ്രമിക്കുന്നു. ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായിട്ട് നല്ല നിലയിൽ പെരുമാറുന്നു. അപ്പോൾ ഭാവിയിലെ ആനുകൂല്യങ്ങൾ ഞാൻ ഒരു കുട്ടിക്ക് ഒരു പേന കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേന ഇല്ലാത്ത സമയത്ത് വേറൊരാൾ എനിക്ക് പേന തരും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നല്ലത് ചെയ്താൽ എനിക്കും നല്ലത് കിട്ടും എന്ന ഒരു ബോധമായിരിക്കും ഈ സ്റ്റേജിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 2 അഥവാ ശിക്ഷയും അനുസരണയും പ്രായോഗികമായ ആപേക്ഷികത്വം ഇവ രണ്ടും ഏത് ലെവലിലാണ് വരുന്നത്? പ്രീ കൺവെൻഷണൽ ലെവലിലാണ്. ഓക്കെ, പൂർവ്വ യഥാസ്ഥിക സദാചാരഘട്ടത്തിലാണ് ഏതൊക്കെ പെടുന്നത്? ശിക്ഷയും അനുസരണയും അതുപോലെ പ്രായോഗികമായ ആപേക്ഷികത്വം. ഓക്കെ, നെക്സ്റ്റ് ലെവൽ 2 ആണ് അല്ലേ, യാഥാസ്ഥിക സദാചാരഘട്ടമാണ്, കൺവെൻഷണൽ മൊറാലിറ്റിയാണ്. ഇപ്പോൾ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് സമൂഹത്തിൽ കുറച്ചൊക്കെ ഇടപെട്ടുകൊണ്ട് സന്മാർഗത്തെക്കുറിച്ചുള്ള കുറച്ച് ഏതാനും ധാരണകളൊക്കെ നേടിയെടുത്തതിന് ശേഷമുള്ളൊരു ഘട്ടമാണ് ഇത് കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടിക്ക് സമൂഹത്തിലെ ചില നിയമങ്ങളൊക്കെ അറിയാം, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ആ സമൂഹത്തിൽ ചെയ്യാൻ പറ്റാത്തത്, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, ശരിയും തെറ്റും നന്മയും തിന്മയൊക്കെ കുറച്ചൊക്കെ അറിയാം. അപ്പോൾ സമൂഹവുമായി ഇടപെട്ടുകൊണ്ട് കുറച്ചൊക്കെ സദാചാര ബോധം വികസിച്ചതിന് ശേഷമുള്ള ഒരു ഘട്ടമാണ് ലെവൽ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലെവൽ 2ൽ വീണ്ടും 2 ഘട്ടങ്ങളുണ്ട് അല്ലേ. സ്റ്റേജ് 3 അന്തർവൈയക്തിക സമന്വയം, സ്റ്റേജ് 4 നിയമവും സമാധാനവും. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 3യെ കുറിച്ച് നോക്കാം. അന്തർവൈയക്തിക സമന്വയം, ഇൻ്റർപേഴ്സണൽ കോങ്കോർഡൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത കുട്ടികളുടെ സാൻമാർഗിക ബോധം എന്ന് പറയുന്നത് തന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് നല്ല അഭിപ്രായം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ശരി എന്ന ഒരു നിലപാടായിരിക്കും. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് തന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകും, മറ്റുള്ളവർക്ക് തന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് കുട്ടി എന്ത് ചെയ്യും? അനുസരിക്കും, അല്ലെങ്കിൽ നല്ലത് ചെയ്യും. ഓക്കെ, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ആളുകൾ നല്ലത് വിചാരിക്കും എന്ന ഒരു ചിന്താഗതി, എന്ന ഒരു മനോഭാവമായിരിക്കും ഈ അന്തർവൈയക്തിക സമന്വയം എന്ന ഘട്ടത്തിൽ കുട്ടിക്കുണ്ടാവുക. അതുപോലെ കുട്ടി സ്വയം തീരുമാനങ്ങൾ എടുക്കുകയല്ല ചെയ്യുന്നത്, കുട്ടിയെ മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അഥവാ താൻ ജീവിക്കുന്ന തൻ്റെ ചുറ്റുപാടില്ല, തൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ പറയാണ് ഇത് ചെയ്യരുത്, ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ കുട്ടി അത് തെറ്റായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു. അതുപോലെ ആ സംഘത്തിൻ്റെ മാനദണ്ഡങ്ങളോട് കുട്ടികൾ താദാത്മ്യപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് 4 നിയമവും സമാധാനവും. അപ്പോൾ ഈ ഘട്ടത്തിൽ നിയമവും സമാധാനവും, ഈ ഘട്ടത്തിൽ കുട്ടികൾ സാമൂഹിക ചിട്ടകൾ, ഇപ്പോൾ സാമൂഹിക നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഒരു ഘട്ടമാണ്. അതൊക്കെ അനുസരിക്കേണ്ടതാണ്, അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സമാധാനത്തിന് നല്ലത് എന്ന ഒരു മനോഭാവമായിരിക്കും കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്രമവും ചിട്ടയും, ഒരു സമൂഹത്തിൻ്റെ ക്രമവും ചിട്ടയും അച്ചടക്കവുമാണ് സന്മാർഗത്തിൻ്റെ ആകത്തുക എന്നായിരിക്കും കുട്ടി മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ കുട്ടി സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ചിലപ്പോൾ കാത്തു നിൽക്കാതെ സ്വന്തം മനസാക്ഷിക്കനുസരണമായിട്ട് കുട്ടികൾ ഈ ഘട്ടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു. മനസ്സിലായോ? നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം ഇഷ്ടം പോലെ പ്രവർത്തിക്കുക എന്നുള്ളതല്ല, പക്ഷേ ആ സമൂഹത്തിൻ്റെ നിയമങ്ങൾ ഇതാണ്, അപ്പോൾ ഇതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ബോധമായിരിക്കും കുട്ടിക്ക് ഈ ഘട്ടത്തിലുണ്ടാകുക. സ്റ്റേജ് 4 നിയമവും സമാധാനവും എന്ന ഘട്ടത്തിലുണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ലെവൽ 3 എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയാണ് അല്ലേ, യഥാസ്ഥികാനന്തര സദാചാര ഘട്ടമാണ്. ഇതിൽ വീണ്ടും 2 ഘട്ടങ്ങളുണ്ട് അല്ലേ, സ്റ്റേജ് 5 ആണ് സ്റ്റേജ് 6. സ്റ്റേജ് 5 സാമൂഹിക വ്യവസ്ഥാ നിയമപരം, സോഷ്യൽ കോൺട്രാക്റ്റ്. അപ്പോൾ ഈ ഘട്ടത്തിൽ സദാചാരങ്ങളും തത്വങ്ങളും നിയമങ്ങൾക്കതീതമായിട്ട് സ്വതന്ത്രമായ കാഴ്ചപ്പാടിലൂടെയാണ് കുട്ടികൾ വിലയിരുത്തുന്നത്. അതായത് സ്വതന്ത്രമായിട്ട് തൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചാണ് കുട്ടി തീരുമാനം എടുക്കുന്നത്. സമൂഹത്തിലുള്ള നിയമങ്ങൾ അതേപോലെ അനുസരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, പക്ഷേ തൻ്റെ മനസ്സാക്ഷി അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിൽ കുട്ടികൾ അത് പാലിക്കുകയുള്ളൂ, അത് നന്മയായിട്ടും അത് ശരിയായിട്ടും കണക്കാക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഈ ഘട്ടത്തിൽ അവനവൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതാണ് കുട്ടികളുടെ സാൻമാർഗിക ബോധം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ സാമൂഹിക വ്യവസ്ഥ നിയമപരം സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഈ ഘട്ടത്തിൽ കുട്ടികൾ ഒരു യൂട്ടിലിറ്റേറിയൻ കാഴ്ചപ്പാടുകൾക്ക് മുൻതൂക്കം നൽകുന്നു എന്ന് പറയാം. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അപ്പടി അനുസരിക്കുകയല്ല ഇവിടെ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്, മറിച്ച് എന്ത് ചെയ്യുന്നു, വ്യക്തിയുടെ ഒരു അവകാശങ്ങളുമായിട്ട് സമൂഹത്തിൻ്റെ നന്മകളുമായിട്ടും ഈ നിയമങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യും, തട്ടിച്ചു നോക്കുന്നു. ഈ നിയമം ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ, അത് ശരിയാണോ ഈ നിയമം എന്നുള്ള രീതിയിൽ പരസ്പരം തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നു, നിയമങ്ങളെ വ്യക്തിയുടെ അവകാശങ്ങളുമായിട്ട്, ഇവിടെ വ്യക്തിയുടെ അവകാശങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. വ്യക്തിയുടെ അവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് കുട്ടികൾ സാൻമാർഗിക ബോധം വിലയിരുത്തുന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സാമൂഹിക വ്യവസ്ഥ നിയമപരം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സാർവലൗകിക നൈതിക തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ ഈ ഘട്ടം എന്ന് പറയുന്നത് സാൻമാർഗിക വികാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ്. സാൻമാർഗിക വികാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ് അല്ലേ. അത് ഏത് ലെവലിലാണ് വരുന്നത്? പോസ്റ്റ് കൺവെൻഷണൽ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ സാൻമാർഗിക വികാസം വ്യക്തികൾ ഇടുങ്ങിയ ചിന്തകൾ വിട്ടിട്ട് എന്ത് ചെയ്യും? സാർവലൗകിക സന്മാർഗ തത്വങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സമൂഹത്തിലുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പല നിയമങ്ങളുണ്ടാവും. ഇപ്പോൾ റിലീജിയസ് ആയിട്ടാണെങ്കിലും അല്ലാതെ നല്ല സമൂഹത്തിൻ്റെ നിയമങ്ങളാണെങ്കിലും ഇങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങളുണ്ടാവും. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ മൊത്തത്തിൽ ലോകത്താകമാനമുള്ള ജനങ്ങളിൽ ആപ്ലിക്കബിൾ ആണോ, അല്ലെങ്കിൽ സാർവലൗകികമായിട്ട് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ, തൻ്റെ മനസാക്ഷി ഇത് ശരിയാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഓരോ കാര്യങ്ങൾ അനുസരിക്കുകയുള്ളൂ, അതുപോലെ ശരിയായും തെറ്റായിട്ടും കണക്കാക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ സത്യം, നീതി, സമത്വം തുടങ്ങിയ സാൻമാർഗിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വന്തമായിട്ട് ഇവിടെ മൂല്യവൽക്കരണം നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സത്യം, നീതി. അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ആ വ്യക്തിയോട് ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന ഒരു കാര്യം ഓക്കെ. ഇപ്പോൾ ഈ നമ്മൾ ഘട്ടങ്ങളും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ ഹെയ്ൻസ് ഡിലേമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പോസ്റ്റ് കൺവെൻഷണൽ ലെവലിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിയമം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ വ്യക്തിയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിയമം ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഒരു തീരുമാനമായിരിക്കും പോസ്റ്റ് കൺവെൻഷണൽ ലെവലിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ ഈ ഒരു ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ: മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സാൻമാർഗ സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് നിയമങ്ങൾക്ക് അതീതമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. അപ്പോൾ കോൾബർഗിൻ്റെ സന്മാർഗ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? ഇവിടെ ഘട്ടങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, ലെവൽസ് അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് ഒന്ന് കൃത്യമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ്? സാമൂഹിക സുസ്ഥിതി പാലനം. ഓപ്ഷൻ ബി അന്തർവൈയക്തിക സമന്വയം. ഓപ്ഷൻ സി സാർവജനീന സദാചാര തത്വം. ഓപ്ഷൻ ഡി സാമൂഹിക വ്യവസ്ഥ നിയമപരം എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഘട്ടത്തിലാണ്? സാമൂഹിക വ്യവസ്ഥ നിയമപരം എന്ന ഘട്ടത്തിലാണ് പെടുന്നത് അല്ലേ. അപ്പോൾ ഈ ഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞത് വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ് ഇവിടെ മുൻതൂക്കം നൽകുന്നത്. അപ്പം മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമങ്ങളുടെ അതിർവരമ്പുകൾ നിയമങ്ങൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഏത് ഘട്ടത്തിലാണ്? സാമൂഹിക വ്യവസ്ഥ നിയമപരം എന്ന ഘട്ടത്തിലാണ്. ഓക്കെ, എന്നാൽ ചോദ്യം ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക: തൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഒരു വ്യക്തി ചെയ്യുന്നു, ആ വ്യക്തി ഏത് ഘട്ടത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഏത് ഘട്ടത്തിലാണ്?
സാർവജനീന സദാചാര തത്വത്തിലാണ് അല്ലേ, അല്ലെങ്കിൽ സാർവജനീനമായ സാർവലൗകികത്വപരമായ കാഴ്ചപ്പാടിലൂടെ സാൻമാർഗിക ബോധത്തെ വിലയിരുത്തുന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സാർവജനീന സദാചാര ഘട്ടം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശിക്ഷയെ ഭയന്നുകൊണ്ട് കുട്ടികൾ അനുസരണ കാണിക്കുന്നു. കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് ഘട്ടത്തിൽപ്പെടുന്നു? ഓക്കെ, ശിക്ഷയെ ഭയന്നുകൊണ്ട് കുട്ടികൾ അനുസരണ കാണിക്കുന്നു. കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ വ്യവസ്ഥാപിത പൂർവ്വതലം, ബി വ്യവസ്ഥാപിത അനന്തര തലം, സി ഔപചാരിക തലം, ഡി വ്യവസ്ഥാപിത തലം. ഓക്കെ, ഏത് തലത്തിലാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ്? വ്യവസ്ഥാപിത പൂർവ്വതലം. ഓക്കെ, വ്യവസ്ഥാപിത പൂർവ്വതലത്തിലാണ് ഒരു കുട്ടി ശിക്ഷയെ ഭയന്നുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാൻമാർഗിക വികാസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. സാൻമാർഗിക വികാസത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയ വ്യക്തി ആരാണ്? ലോറൻസ് കോൾബർഗ് ആണ്. ആരാണ്? ലോറൻസ് കോൾബർഗ് ആണ്. അപ്പോൾ ശരിയെന്ത് തെറ്റെന്ത് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നതോടുകൂടിയാണ് കുട്ടിയിൽ സാൻമാർഗിക ബോധം വികസിക്കുന്നത് അല്ലേ. അപ്പോൾ കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് കുട്ടികളുടെ സാൻമാർഗിക ബോധം 3 ലെവലുകളിലായിട്ടാണ് വികസിക്കുന്നത്. ഏതൊക്കെയാണ് ആ ലെവലുകൾ? പൂർവ്വയഥാസ്ഥിക സദാചാര ഘട്ടം അഥവാ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കുട്ടികൾക്ക് മുന്നിൽ ധാരാളം ഡിലേമാസ്, ചില സ്റ്റോറികൾ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഹെയ്ൻസ് ഡിലേമ. ഓക്കെ, അപ്പോൾ ഹെയ്ൻസ് ഡിലേമയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പെടുന്ന കുട്ടികളുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂർവ്വ യഥാസ്ഥിക സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന ഘട്ടത്തിൽ പെടുന്ന കുട്ടികളുടെ ഉത്തരം ഇങ്ങനെയായിരിക്കും. നേരത്തെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അല്ലേ. ഹെയ്ൻസിന് അവിടെ കയറി മരുന്ന് മോഷ്ടിച്ചൂടെ, അങ്ങനെ മോഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ട്, മോഷ്ടിക്കരുത് എങ്കിൽ എന്തുകൊണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പ്രീ കൺവെൻഷണൽ ലെവൽ വരുന്ന കുട്ടികൾ അഥവാ ഈ ഒരു സ്റ്റേജിൽ മാത്രം എത്തിയിട്ടുള്ള സാൻമാർഗിക ബോധം പ്രീ കൺവെൻഷണൽ ലെവലിലുള്ള കുട്ടികളുടെ ഉത്തരം ഇങ്ങനെയായിരിക്കും. ഹെയ്ൻസ് അവിടെ കയറിയിട്ട് മരുന്ന് മോഷ്ടിക്കരുത്, കാരണം അങ്ങനെ ചെയ്താൽ അയാൾ പിടിക്കപ്പെടും, ജയിലിലടക്കപ്പെടും. ഇവിടെ ശിക്ഷയാണ്. അപ്പോൾ ശിക്ഷയെ ഭയന്നുകൊണ്ട് അനുസരണ കാണിക്കുന്നു, അല്ലെങ്കിൽ നന്മയും തിന്മയും വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ലെവൽ 2 കൺവെൻഷണൽ മൊറാലിറ്റി എന്ന ഘട്ടത്തിൽ വരുന്ന കുട്ടികളുടെ ഉത്തരം എങ്ങനെയായിരിക്കും? ഹെയ്ൻസ് മരുന്ന് മോഷ്ടിച്ചോട്ടെ, തൽക്കാലം കുറച്ച് ദിവസം അദ്ദേഹം തടവിൽ കഴിഞ്ഞാലും സ്നേഹമുള്ള ഒരു ഭർത്താവ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയും അല്ലേ. അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് തന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലാണ് സാൻമാർഗിക ബോധത്തെ വിലയിരുത്തുന്നത്. ഓക്കെ, ഇനി പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ 3യിലുള്ള ആളുകൾ അവരെങ്ങനെയായിരിക്കും ഇതിനെ വിലയിരുത്തുന്നത്? ഹെയ്ൻസ് മരുന്ന് മോഷ്ടിച്ചതിൽ ഒരു പ്രശ്നവുമില്ല, കാരണം എന്താണ്? നിയമം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് ഹെയ്ൻസിനെ കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം അദ്ദേഹം മരുന്ന് മോഷ്ടിച്ചതിൽ ഇവിടെ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ വൈഫിനെ രക്ഷപ്പെടുത്തണം, ഡോക്ടർ വലിയ വില പറഞ്ഞത് കൊണ്ടല്ലേ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.